കൊടകരയിൽ വൻ മയക്കുമരുന്ന് വേട്ട 180 ഗ്രാം MDMA-യുമായി രണ്ടുപേരെ കൊടകര പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളിയിൽ ലോഡ്ജിൽ നിന്ന് MDMA-യുമായി 3 പേർ പിടിയിലായി. ഗതാഗതക്കുരുക്കൊഴിയാതെ ദേശീയപാത ആമ്പല്ലൂർ. മന്ത്രിയുടെ വാഹനവും റോഡിൽ കുടുങ്ങി. സർവീസ് റോഡുകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു. വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിലേക്ക് മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാരുടെ ശക്തമായ പ്രതിരോധത്തെ തുടർന്ന് മാലിന്യ വാഹനങ്ങൾ മടക്കിവിട്ടു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിന് സമീപത്ത് 180 ഗ്രാം MDMA-യുമായി രണ്ടുപേരെ പിടികൂടി. വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ ദീപക് രാജു, പറവൂർ മൂത്തകുന്നം സ്വദേശിനി ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയ ഇനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മർച്ചന്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദീപക് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ 2021 10 കിലോ കഞ്ചാവ് കടത്തിയതിന് പിടിയിലായിരുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വാടാനപ്പള്ളി ഫാൻസി റോഡിലെ ലോഡ്ജിൽ നിന്ന് MDMA-യുമായി 3 പേർ പിടിയിലായി. കണ്ടശാങ്കടവ് സ്വദേശികളായ ചക്കമ്പി വീട്ടിൽ അമൽ, കാരമാക്കൽ വീട്ടിൽ നിതിൻ, മേപ്പറമ്പിൽ വീട്ടിൽ സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NB ഷൈജു, സബ് ഇൻസ്പെക്ടർ തോമസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ്, സുരേഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഗതാഗതക്കുരുക്കൊഴിയാതെ ആമ്പല്ലൂർ. മന്ത്രിയുടെ വാഹനവും റോഡിൽ കുടുങ്ങി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ശനിയാഴ്ച ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ആമ്പല്ലൂരിൽ കുഴികൾ നിറഞ്ഞ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് കുരുക്കേറാൻ കാരണമാകുന്നത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വാഹനം 15 മിനിറ്റോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ട ശേഷമാണ് കടന്നുപോയത്. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ വാഹനനിര പല സമയത്തും പുതുക്കാട് വരെ നീണ്ടു. സർവീസ് റോഡുകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതാണ് ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാകാത്തതിന്റെ കാരണം. മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച സർവീസ് റോഡിലെ കലുങ്ക് നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഗതാഗതക്കുരുക്ക് തീരും വരെ ടോൾ ഒഴിവാക്കിയിരിക്കെ കലക്ടറുടെ ഉത്തരവിറക്കിയിരുന്നു. കുരുക്ക് ഉടൻ പരിഹരിക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ടോൾ പിരിവ് പുനരാരംഭിച്ചത്. ടോൾ കമ്പനിക്ക് അനുകൂലമായി പിരിവ് പുനരാരംഭിക്കാൻ NHAI അതിവേഗത്തിലാണ് സർക്കാരിൽ സമ്മർദ്ദം നടത്തിയത്. അതേസമയം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കാൻ NHAI ഒന്നും ചെയ്തില്ലെന്നാണ് യാത്രക്കാരുടെ ആക്ഷേപം. വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിലേക്ക് മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 100 കണക്കിന് പ്രദേശവാസികളാണ് വാഹനം തടഞ്ഞത്. പ്ലാന്റിൽ ട്രയൽ റൺ നടക്കുന്നതിനാൽ മാലിന്യവുമായി വാഹനങ്ങൾ എത്തുമെന്ന വിവരം നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്ലാന്റിലേക്കുള്ള വഴി ഉപരോധിച്ചു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് എരുമപ്പെട്ടി, വടക്കാഞ്ചേരി, ചെറുതുരുത്തി സ്റ്റേഷനുകളിൽ നിന്ന് വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ റിജിൻ M തോമസിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിൽ നേതാക്കളുമായി ചർച്ച നടത്തി. പ്രതിഷേധം സമാധാനപരമാക്കി മാറ്റി. നാട്ടുകാരുടെ ശക്തമായ പ്രതിരോധത്തെ തുടർന്ന് മാലിന്യ വാഹനങ്ങൾ മടക്കിവിട്ടു. നവീകരിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് നെല്ലുവായ് ശ്രീ ധന്വന്ത്രി ആയുർവേദ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ചികിത്സാരംഗത്ത് ഒരു കാലത്തും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ് ആയുർവേദമെന്നും മോഡേൺ വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ പല രോഗികളെയും ചികിത്സിച്ച് പൂർണ്ണമായും സുഖപ്പെടുത്തുവാൻ ആയുർവേദത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രി കെട്ടിടം പുനർനിർമ്മിച്ച് നൽകിയ വിജയരാമസ്വാമിയെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. പഞ്ചകർമ്മ ബ്ലോക്കിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പുതിയതായി നിർമ്മിക്കുന്ന ബ്ലോക്കിന്റെ ഉദ്ഘാടനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷനായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, മെമ്പർ KP അജയൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, വാർഡ് മെമ്പർ MC ഐജു, റിസർച്ച് സെന്റർ ചെയർമാൻ PC അബാൽമണി, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ആയുർവേദം ചികിത്സാരംഗത്ത് നമുക്ക് മോഡേൺ മെഡിസിനും ആയുർവേദവും ഹോമിയോയും ഉണ്ടെങ്കിലും വളരെ പെട്ടെന്നുള്ള ചികിത്സാ പ്രതിവിധി
മോഡേൺ മെഡിസിനാണ് അല്ലെങ്കിൽ അലോപ്പതിയാണ്. 2014 മുതൽ നടന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി സംസ്ഥാന സാഹോദര്യ പദയാത്രാ സമ്മേളനം മാളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വിത്തുപാകി സാമുദായിക സാഹോദര്യം തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് എതിരിടണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന നേതാക്കളായ ജോസഫ് ജോൺ, സുരേന്ദ്രൻ കുരിപ്പുഴ, ടി.എ. മിർസാദ്, റഹ്മാൻ, മണ്ഡലം പ്രസിഡന്റ് പി.യു. സിദ്ദിഖ്, ജില്ലാ പ്രസിഡന്റ് കെ.എസ്. നിസാർ എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ.ബി. മേത്തർ എം.പി. നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. കെ.പി.സി.സി. സെക്രട്ടറി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് ആതിര അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സിന്ധു, ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജയരാജൻ, മുൻ എം.പി. രമ്യ ഹരിദാസ്, കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദിവ്യബലി, നേർച്ചപായസം, ആശീർവാദം, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ എന്നിവയ്ക്ക് ഫാദർ ഡോക്ടർ ആൻഡോ ചുങ്കത്ത് കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയുണ്ടാകും. തുടർന്ന് നേർച്ചയൂട്ട്, വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, വാനിൽ വർണ്ണമഴ എന്നിവയും ഉണ്ടാകും. വടക്കാഞ്ചേരി നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭാ ചെയർമാൻ പി.എൻ. സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മെയ് 20 മുമ്പായി മഴക്കാലപൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ചുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. പകർച്ചവ്യാധി തടയുന്നതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി.ആർ. അരവിന്ദാക്ഷൻ, ജമീല ബി, സ്വപ്ന ശശി, സി.വി. മുഹമ്മദ് ബഷീർ, കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി കെ.കെ. മനോജ്, ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷവും ചേർന്ന് അട്ടിമറിക്കുകയാണെന്ന് എൽ.ഡി.എഫ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. എൽ.ഡി.എഫ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് എൽ.ഡി.എഫ് നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണപരമായ തീരുമാനങ്ങൾ സെക്രട്ടറി നിരന്തരമായി തടസ്സപ്പെടുത്തുകയും കാലതാമസം വരുത്തിവെക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ജനാധിപത്യ വിരുദ്ധ നടപടികളാണ് ചെയ്യുന്നത്. സെക്രട്ടറിയെ മാറ്റുവാൻ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനമെടുത്ത് അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്ന് എൽ.ഡി.എഫ് നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് വ്യാജ ഒപ്പിട്ട് ഒരു രേഖയും ഹൈക്കോടതിയിൽ നൽകിയിട്ടില്ലെന്ന് പ്രസിഡന്റ് രേഖാ സുനിൽ പറഞ്ഞു. ചുണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.ടി. ജോസ്, കെ.എ. സൈഫുദ്ദീൻ, എം.ബി. പ്രവീൺ, ടി.സി. സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുരിയാട് പഞ്ചായത്തിൽ ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ആനന്ദപുരം എടയാറ്റുമുറിയിൽ ഗ്രാമവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് മന്ത്രി ഡോക്ടർ ആർ. ബിന്ദു നിർവഹിച്ചു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സർവീസ് ആരംഭിച്ച സിവിൽ സ്റ്റേഷൻ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, താലൂക്ക് ആശുപത്രി തുടങ്ങി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് സൌകര്യം ലഭിക്കുന്ന തരത്തിൽ ഇരിങ്ങാലക്കുട മുതൽ നെല്ലായി വരെയാണ് ഗ്രാമവണ്ടിയുടെ സർവീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവത്തിന് ഞായറാഴ്ച വൈകിട്ട് കൊടിയേറും. കൊടിയേറ്റത്തോടനുബന്ധിച്ച് സാമ്പിൾ വെടിക്കെട്ടും ഞായറാഴ്ച നടക്കും. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി സാമ്പിൾ വെടിക്കെട്ടിന് എ.ഡി.എം അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കോർഡിനേഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചിരുന്നു. ഈ മാസം 11-നാണ് താലപ്പൊലി. ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. ചാവക്കാട് താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ആർ. പിയോൺ പ്രതിനിധിയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. പോലീസ് സ്റ്റേഷനിലും പരിസരത്തും പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ടെന്ന പരാതിയിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ചാവക്കാട് എസ്.എച്ച്ഒ അറിയിച്ചു. താലൂക്ക് ഓഫീസിന് മുന്നിൽ നിന്ന് മുതുവട്ടൂർ വരെയുള്ള റോഡുകളുടെ വശങ്ങൾ അപകടകരമായ അവസ്ഥയിലാണെന്ന പരാതി ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം. റജീന, തഹസിൽദാർ എം.കെ. കിഷോർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.
പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം വിശുദ്ധ യൗസേ പിതാവിന്റെ 149 മധ്യസ്ഥ തിരുനാൾ സ്മരണിക പ്രകാശനം ചെയ്തു. റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി സ്മരണികയുടെ പ്രകാശനം നിർവഹിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജോൺ ഒ പുലിക്കോട്ടിൽ അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, മാനേജിംഗ് ട്രസ്റ്റി ഒ ജെ ഷാജൻ, എൻ ജെ ലിയോ എന്നിവർ സംസാരിച്ചു. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി 10 വയസ്സുകാരൻ തരുൺ. യോഗയിലെ ഇന്റർമീഡിയറ്റ് ആസനങ്ങളിൽപ്പെട്ട സ്കെയിൽ പോസ് എന്നറിയപ്പെടുന്ന തോലാസന 10 മിനിറ്റും 35 സെക്കൻഡും ബാലൻസ് ചെയ്തു നിന്നതാണ് തരുണിനെ അഭിമാന നേട്ടത്തിന് അർഹനാക്കിയത്. മാസ്റ്റർ മുഹമ്മദ് സുഹൈൽ വാഫിയുടെ ശിക്ഷണത്തിൽ കൂളിമുട്ടം നെടുമ്പറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അപ്സ്കിൽ ട്രെയിനിംഗ് ഹബ്ബിൽ നിന്ന് ഷാവോലിൻ കുൻഫു മാർഷൽ ആർട്സിലും സെൽഫ് ഡിഫൻസിലും യോഗയിലും സ്കിൽ ട്രെയിനിങ്ങിലും പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന തരുൺ ആസ്ട്രിയ സ്പോർട്സ് ക്ലബ് ഓഫ് ഇന്ത്യയും ഷാവോലിൻ കുൻഫു മാർഷൽ ആർട്സ് റിസർച്ച് സെന്റർ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിച്ച 8ാമത് സ്റ്റേറ്റ് ലെവൽ ഓപ്പൺ കുൻഫു ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 21 കിലോ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയിരുന്നു. കളരിപ്പറമ്പ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ തരുൺ മതിലകം കളരിപ്പറമ്പ് വെളിയത്ത് വീട്ടിൽ സുധീഷ് ശരണ്യ ദമ്പതികളുടെ മകനാണ്. TCV കയ്പമംഗലം. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ജേർണലിസ്റ്റ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു. മാധ്യമ സ്വാതന്ത്ര്യം അന്നും ഇന്നും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മുൻ വാർത്താ അവതാരകൻ R. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ അധ്യക്ഷനായി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ EP രാജീവ്, സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, ജോസ് വാവേലി, സ്റ്റാൻലി K. സാമുവൽ, ഷാൻഡി ജോസഫ് തട്ടകത്ത്, AV പ്രകാശ് എന്നിവർ സംസാരിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ KR ബാബു സ്മാരക റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 43 ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നവീകരിക്കുന്നത്. 350 മീറ്റർ നീളവും സൈഡ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് നടപ്പിലാക്കുന്നത്. 8 റോഡിനാണ്, 2 റോഡിനും പിന്നെ കിട്ടിയാണ് 10 റോഡിന് കിട്ടിയത്. 10 ലക്ഷം ഉള്ളൂ. ഈ 10 ലക്ഷം ഇവിടെ വെച്ച് പുലക്കാട്ടേക്കര ഷട്ടറിന്റെ അവിടെ നിന്ന്. മുല്ലശ്ശേരി നല്ലിടയന്റെ ദേവാലയത്തിൽ ഉണ്ണീശോയുടെയും വിശുദ്ധ സെബസ്ത്യനോസിന്റെയും തിരുനാളിന്റെ ഭാഗമായുള്ള വിശുദ്ധരുടെ തിരുസ്വരൂപം എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. ദിവ്യബലി, അമ്പ്, വള, വെഞ്ചിരിപ്പ് തുടങ്ങിയ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ടിജോ ജോയ് മുള്ളങ്കര കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച ആഘോഷമായ ദിവ്യബലിയും തിരുനാൾ പ്രദക്ഷിണവും മെഗാ ബാൻഡ് മേളവും നടക്കും. ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ആറാട്ടുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നിർവഹിച്ചത്. ഈ മാസം 9 വരെയാണ് ആറാട്ടുത്സവം. കൊടിയേറ്റ ദിവസം മുതൽ ക്ഷേത്രത്തിൽ ദിവസവും വിശേഷാൽ പൂജകൾ, കലാപരിപാടികൾ എന്നിവയുണ്ടാകും. 9 രാവിലെ 8 പഞ്ചവടി കടപ്പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടത്തി കടലിൽ ആറാട്ട് നടത്തി തിരിച്ചെഴുന്നള്ളത്തും ഉണ്ടാകും. തുടർന്ന് കൊടിയിറക്കം, കലശാഭിഷേകം, ശ്രീഭൂതബലി, ശേഷം പ്രസാദോട്ടും നടക്കും. INTUC സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻവശം നടന്ന പരിപാടി INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. INTUC റീജിയണൽ പ്രസിഡന്റ് CK ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് CR ജെയ്സൺ, IR മണികണ്ഠൻ, ബാബു കണ്ണനായിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മായന്നൂർ KSR MS ഗ്രാമീണ വായനശാലയിൽ മായന്നൂരിലെ നാടക പ്രവർത്തകരും സംസ്ഥാന നാടകോത്സവത്തിൽ പങ്കെടുത്തവരും ഒന്നിച്ചിരിക്കാം എന്ന പരിപാടിയിൽ നാടകാനുഭവങ്ങൾ പങ്കുവച്ചു. CM വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് T വസന്തകുമാരി അധ്യക്ഷത വഹിച്ചു. വായനശാല വൈസ് പ്രസിഡന്റ് T രവീന്ദ്രൻ, തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം MP സ്വാമിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു തലമുറ ഉണരുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ മറ്റൊന്നിനും കഴിയില്ല. വായന കൊണ്ട് കേൾക്കുന്നുണ്ടാവും.
ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യമുയർത്തി സിപിഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ മാനവികത സദസ്സ് സംഘടിപ്പിച്ചു. സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എസ് ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ കെ ഡി ബാഹുലയൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ സുരേന്ദ്രൻ, മേരി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. INTUC സ്ഥാപക ദിനത്തിൽ ഗുരുവായൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ടൌണിൽ പതാക ഉയർത്തി. INTUC തൃശൂർ ജില്ലാ സെക്രട്ടറി MS ശിവദാസ് പതാക ഉയർത്തി. INTUC ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് VK വിമൽ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ രാജൻ പനക്കൽ, VS സനീഷ്, TS ഷൌക്കത്ത്, ബാബു വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ഐരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ മേടപ്പൂമുടി മഹോത്സവം ആഘോഷിച്ചു. എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. കലാമണ്ഡലം ശിവദാസ്, തൃക്കൂർ രാജൻ എന്നിവരുടെ പ്രമാണിത്വത്തിലുള്ള മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. തുടർന്ന് DJ വിത്ത് വാട്ടർ ഡ്രം അരങ്ങേറി. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആറാട്ടോടെ ഉത്സവാഘോഷത്തിന് സമാപനമാകും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8755 രൂപ, പവന് 70,040 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3372 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകരയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 180 ഗ്രാം MDMA-യുമായി 2 പേരെ കൊടകര പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളിയിൽ ലോഡ്ജിൽ നിന്ന് MDMA-യുമായി 3 പേർ പിടിയിലായി. ഗതാഗതക്കുരുക്കൊഴിയാതെ ദേശീയപാത ആമ്പല്ലൂർ. മന്ത്രിയുടെ വാഹനവും റോഡിൽ കുടുങ്ങി. സർവീസ് റോഡുകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു. വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിലേക്ക് മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാരുടെ ശക്തമായ പ്രതിരോധത്തെ തുടർന്ന് മാലിന്യവാഹനങ്ങൾ മടക്കിവിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.